ഹലോ ഗൈസ്, ലേൺ വിത്ത് സാറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എക്സലിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. നമ്മൾ എക്സൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മളത് സേവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫയലിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. അപ്പോൾ സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൊക്കേഷൻ സെലക്ട് ചെയ്യാൻ പറ്റും. ദിസ് പി സി എന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർഫേസ് നിങ്ങളുടെ വേർഷൻ വേറെ ആണെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഇൻ്റർഫേസിൽ മാറ്റം ഉണ്ടാവും. നമ്മൾ ദിസ് പി സി എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് എവിടേക്കാണോ നമുക്ക് ലൊക്കേഷൻ വേണ്ടത് ആ ഒരു ലൊക്കേഷനിൽ എന്ത് ചെയ്യാം, ഇത് സേവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള എക്സലിലെ കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടാം. ഈ എ ബി സി ഡി ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്ന ഇതിന് നമുക്ക് കോളം എന്നാണ് പറയുക, കോളംസ്. ഇത് കോളം ഒന്നിലധികം ആകുമ്പോൾ കോളംസ്. അപ്പോൾ എ എന്ന് പറഞ്ഞ ഒരു കോളം, ബി എന്ന് പറഞ്ഞ വേറൊരു കോളം, സി എന്ന് പറഞ്ഞ വേറൊരു കോളം. ഇനി 1, 2, 3 ഇങ്ങനെ അടിയിലേക്ക് വരുന്നതിന് നമ്മൾ റോസ് എന്ന് പറയും. അപ്പോൾ ഇതിനെന്ത് നമ്മൾ പറയും, ഇതിനാണ് നമ്മൾ സെല്ല് എന്ന് പറയാം, സെൽ. അപ്പോൾ കുറേ സെലക്ട് ചെയ്താൽ സെൽസ് എന്ന് പറയും. ഇതെങ്ങനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ സെല്ലിനും നമുക്ക് നമ്പറുകൾ ഉണ്ടാവും. ആ നമ്പറുകൾ നമുക്ക് വെച്ചിട്ടുള്ളത് കോളത്തിൻ്റെ നെയിം ഓഫ് കോളം, അതുപോലെ തന്നെ നെയിം ഓഫ് റോ. അപ്പോൾ ഈ ഒരു സെല്ലിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് എന്താണ്, ഇത് ഏത് കോളത്തിലേക്കാണ് ഇത് പോകുന്നത്, ഡിക്കാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏത് റോ, ഇതിൻ്റെ റോ വരുന്നത് 5 എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ D5 നമുക്കിവിടെ കാണാൻ പറ്റും. D5 എന്നുള്ളതാണ്. നമുക്ക് ഇത് പേര് മാറ്റിയൊക്കെ കൊടുക്കാം കേട്ടോ. D5 എന്നുള്ളത് നമുക്കിതിന് എന്തെങ്കിലും പ്രത്യേക പേരാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പേര് മാറ്റി കൊടുക്കാം. ഇവിടെ പേര് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വേറെയുള്ള പേജുകളിലൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതിൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഓക്കെ നമ്മൾ പറയാം. പിന്നെ പലപ്പോഴും നമുക്ക് എക്സൽ ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ഈ ഒരു സെല്ല് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതേ ഒരു ലെങ്ത്, ഇതേ ഒരു സ്പേസ് തന്നെ നമുക്ക് ഇതിലും കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് രണ്ടും സെലക്ട് ചെയ്യുക. എങ്ങനെ സെലക്ട് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോളം ഉണ്ടല്ലോ, നമുക്ക് ഇപ്പോൾ കോളത്തിലാണല്ലോ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കോളത്തിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഏതൊക്കെ കോളാണോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ആ 2 കോളവും നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഏത് കോളത്തിലാണോ നമുക്ക്, ഏത് കോളങ്ങളൊക്കെയാണോ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ആ കോളങ്ങൾ നമുക്ക് രണ്ടും സെലക്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെ സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇപ്പോൾ എനിക്ക് സിയും ഡിയും ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഞാൻ എന്ത് ചെയ്യണം, സി എന്നുള്ളത് പോയിട്ട് ക്ലിക്ക് ചെയ്യണം. ആ ക്ലിക്ക് ചെയ്ത് നമ്മൾ വിടാൻ പാടില്ല കേട്ടോ, വിടാതെ തന്നെ അത് ഡിയിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ അത് സെലക്ട് ആവും. ഇനി ഇതിലേതെങ്കിലും ഒരു സെല്ല് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് എന്താവണം, സി എന്ന് പറഞ്ഞാൽ സി ഡി ഉത്തരം മതി. അപ്പോൾ ഞാൻ സി പിടിച്ചിട്ട് ഇത്ര കഴിഞ്ഞാൽ കണ്ടില്ലേ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെന്റ്, ഇതിൻ്റെ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇതിൻ്റെ സ്പേസ് ഈക്വൽ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിത് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത്ര എനിക്ക് ഒന്ന് തന്നെ ഇത്ര വേണമെങ്കിൽ 2 അത്ര ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റോൻ്റെ കേസിലും ചെയ്യാം. ഇപ്പോൾ റോൻ്റെ ആകുമ്പോൾ റോൻ്റെ അപ്പോൾ നമുക്ക് എനിക്ക് ഇത്ര റോ വേണം, നമുക്ക് ഇത്ര റോ സെലക്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു റോൻ്റെ അവിടെ ഈ ഒരു ഇത് വരണുണ്ടോ, ഈ ഒരു ഐക്കണാണ് ശ്രദ്ധിക്കണേ. ഈ 2, 3 എന്നതിൻ്റെ ഇടയിലുള്ള ഒരു ലൈൻ ഉണ്ടല്ലോ, അവിടെ നമുക്ക് വെക്കുമ്പോൾ ഈ ഒരു ഐക്കൺ വരും. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തത് വിടാൻ പാടില്ല. നമുക്ക് എത്രയാണോ വേണ്ടത് അത്ര വരെ നമ്മൾ എന്ത് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് പിടിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യുക, മൗസിൽ നിന്ന് വിടുക. ഓക്കെ, അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഏരിയ മാത്രം നമുക്ക് ആ ഒരു രീതി കിട്ടും. ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊരു സ്പേസിങ് നടത്തിയതാണ്. ഇനി കറക്റ്റായിട്ട് അല്ലെങ്കിൽ 50, 60 അല്ലെങ്കിൽ 75 ഇങ്ങനെയുള്ള ഒരു പ്രത്യേക അളവിൽ തന്നെ നമുക്ക് കിട്ടണം, ഒരു മെഷർമെന്റിൽ തന്നെ ആവണം നമ്മുടെ സ്പേസിങ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടെ ഫോർമാറ്റ് എന്നല്ല പോവുക. അവിടെ റോ ഹൈറ്റ് ഉണ്ട്, കോളം വിഡ്ത്തും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിത് പറഞ്ഞിരുന്നു, ഇത് കോളമാണ്. അപ്പോൾ കോളം വിഡ്ത്ത് എന്നുള്ളതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഈ ഓരോ ഈച്ച് കോളത്തിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 8 അപ്പോൾ അതിൻ്റെ സ്പേസിങ് നമുക്ക് എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യണം, വിഡ്ത്ത് ചേഞ്ച് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ 8 എന്നുള്ളത് ഞാനൊരു 20 ആക്കി ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം 3
ഈക്വലാക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തതും ഇതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആദ്യം ചെയ്തത് നമ്മൾ മാനുവലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് അത് അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു. എന്നാൽ ഇത് കറക്റ്റായിട്ട് നമുക്ക് ഒരു പ്രത്യേക ഒരു അളവിലേക്ക്, അതായത് 20-25 എന്നുള്ള ഒരു അളവിലേക്ക് നമ്മൾ മാറ്റി എന്നുള്ളതാണ്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റോന്റെ കേസിലും ചെയ്യാൻ പറ്റും. നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റോകൾ എന്ത് ചെയ്യാം, റോ ഹൈറ്റ് ഇപ്പോൾ 14.4 ആണുള്ളത്, നമുക്ക് 20 ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അത് 20യിലേക്ക് അതിൻ്റെ ഇവിടെയുള്ള ആ ഒരു ഹൈറ്റ് ചേഞ്ച് ആയിട്ടുണ്ടാവും. ഞാൻ ഈ ഒരു സെല്ലിൽ, ഈ സെല്ലിൻ്റെ പേരെന്താണ്, E6 നമുക്കിവിടെ കാണാൻ പറ്റും. E6 എന്ന സെല്ലിൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി ഈ ഒരു റോ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഈ സെല്ലാണ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സെല്ലിൽ പോയിട്ട് ഡിലീറ്റ് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെയുള്ള ടെക്സ്റ്റുകൾ മൊത്തം പോകും. നമുക്കതല്ല, ഇതിൻ്റെ മൊത്തം ഈ റോ മൊത്തം നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ 6 എന്നുള്ളതിൻ്റെ ഇവിടെ പോയിട്ട് മൗസിലെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതിൽ ഡിലീറ്റ് എന്നുള്ള അടിക്കുക. ഓക്കെ, അപ്പോൾ പോകും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് സെൽസ്. ഓക്കെ, അപ്പോൾ ഇത് ഒന്നിലധികം സെല്ലുകളാണെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ സെലക്ട് ചെയ്തിട്ട് നമുക്കവിടെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നതാണ് റാപ്പ് ടെക്സ്റ്റ് എന്നുള്ളത്. ഈ റാപ്പ് ടെക്സ്റ്റിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ അത് നമ്മൾ ഈ സെല്ലൊന്ന് ശ്രദ്ധിക്കുക. E3 എന്ന് പറയുന്ന ഈ സെല്ല് E3 ഓക്കെ 3 ഇങ്ങനെ. അപ്പോൾ E3 എന്നാണ് ഈ സെല്ലിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ കളർ കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ദിസ് ഈസ് ആൻ എക്സാമ്പിൾ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ സെല്ലിലല്ല ഞാൻ എൻ്റർ ചെയ്തിട്ടുള്ളത്. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലായത്, ഈ സെല്ല് ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ, അതായത് F3 എന്നുള്ള ഈ സെല്ല് ഞാൻ സെലക്ട് ചെയ്തപ്പോൾ, ഓക്കെ അല്ലേ, അതിൽ എന്തില്ല, നമുക്കിവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ സെല്ലിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഫോർമുല ബാറിൽ അത് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനാണ് ഫോർമുല ബാർ എന്ന് പറയാം കേട്ടോ. നമ്മൾ നെക്സ്റ്റ് വീഡിയോകളിലൊക്കെ അതിൻ്റെ ഉപയോഗവും അവിടെ ഫോർമുല എഴുതുന്ന കാര്യങ്ങളും എങ്ങനെയാണ് നമുക്ക് ഫോർമുല എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയും. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതിനാണ് നമ്മൾ ഫോർമുല ബാർ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഫോർമുല ബാർ വേണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാനൊക്കെ പറ്റും കേട്ടോ. അതൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോകളിൽ പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇതിലൊന്നും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്, ഫോർമുല ബാർ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല. നമ്മൾ ഇതിലെന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോർമുല ബാറിൽ അത് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ആക്ച്വലി എന്തുകൊണ്ടാണ് അത് കാണാത്തത്, നമ്മൾ ഇവിടെ എല്ലാ എക്സാമ്പിൾ എന്നുള്ളതിൻ്റെ ഇത് എഴുതിയിട്ടുള്ളത് ഈ ഒരു സെല്ലിലാണ്. അപ്പോൾ ഈ ഒരു സെല്ലിൽ മാത്രം നമുക്കിത് കണ്ടന്റ് ഇൻക്ലൂഡ് ആവണമെങ്കിലാണ് നമ്മൾ റാപ്പ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് യൂസ് ചെയ്യുക. ഓക്കെ, ഞാൻ ഈ റാപ്പ് ടെക്സ്റ്റ് ആക്കുന്നതോട് കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ സെല്ലിലേക്ക് അത് മൊത്തം അഡ്ജസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റാപ്പ് ടെക്സ്റ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ റാപ്പ് ടെക്സ്റ്റ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ഈ സെല്ലിൽ മാത്രം എഴുതുന്നത് മറ്റ് സെല്ലിൻ്റെ ഭാഗത്തേക്കും, സെല്ലിലല്ല വരിക, സെല്ലിൻ്റെ ഭാഗത്തേക്കും അതെന്ത് ചെയ്യും, പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന മാതിരി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ആ സെല്ലിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് മെർജ് ആൻഡ് സെൻറ്റർ എന്നുള്ളത്. അപ്പോൾ വളരെ അധികം ആളുകൾക്കും അറിയാവുന്നൊരു ഫീച്ചറാണ് മെർജ് ആൻഡ് സെൻറ്റർ എന്നുള്ളത്. എന്നാലും അറിയാത്തവർക്കായിട്ട് പറയാം. മെർജ് ആൻഡ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക്, ഞാൻ പറഞ്ഞിരുന്നു, ഇതിന് നമുക്ക് കോളം എന്ന് പറയും, ഇതിന് നമ്മൾ റോ എന്ന് പറയും. ഓക്കെ, ഒരു കോളവും റോയും എവിടെയാണോ ചേരുന്നത് അവിടെയൊക്കെ ഓരോ സെല്ലുകൾ ഉണ്ടാവും. മീൻസ് ഇത് Gയും 5ഉം ചേർന്നിട്ടുള്ളതാണ്. G എന്ന കോളവും 5 എന്ന റോയും ചേർന്നതാണ്. അപ്പോൾ നമ്മൾ ഈ സെല്ലിന് G5 എന്ന് പറയും. നമുക്ക് ഈ ഒരു സെല്ലിനെ എന്ത് ചെയ്യണം, 2 സെല്ലുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, കൊണ്ടുവരണം. നമുക്ക് ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ എന്നുള്ളത് നമ്മൾ ഈ സെല്ലിലാണ് എഴുതിയിട്ടുള്ളത്, ഈ സെല്ലിൽ അതില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 2 സെല്ലിനെയും കൂടിയിട്ട് ഒന്നാക്കാൻ വേണ്ടിയിട്ടാണ് മെർജ് ആൻഡ് സെൻറ്റർ എന്നുള്ളത്. മെർജ് ചെയ്യുന്നതോടുകൂടെ ഈ 2 സെല്ലും ഒന്നാകും. ആൻഡ് സെൻറ്റർ എന്ന് പറഞ്ഞതോടുകൂടെ ഇതിൻ്റെ അലൈൻമെൻറ്റ് സെൻറ്റർ ആകും. ഓക്കെ, നിങ്ങളിവിടെ ശ്രദ്ധിച്ചില്ലേ? ഓക്കെ, സെൻറ്റർ ആവും എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള ഡിഫറൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ ഇത് ഈ ഒരു സെല്ലിൽ മാത്രമായിരുന്നു നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
എന്നാൽ ഇവിടെ എന്തായിട്ടുണ്ട്, നമുക്ക് ഈ ഒരു സെൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, 2 സെല്ലിലും എന്ത് ചെയ്തിട്ടുണ്ട്, അത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 സെല്ലിലും ഈ 2 സെല്ലും ഒന്നായിട്ടാണ് ഇപ്പം നിൽക്കുന്നത് കേട്ടോ. ഓക്കെ. പക്ഷേ ഈ സെല്ലിൻ്റെ പേര് കിടക്കുക നമ്മൾ ഫസ്റ്റ് ഏത് സെല്ലാണോ ഉള്ളത് അതിലായിരിക്കും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, E3 എന്നായിരിക്കും ഈ സെല്ലിനുള്ള പേര്. ഇതിനി എവിടെയാണ് ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ ചിലർക്ക് സംശയം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ടാബിളുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാക്കേണ്ടി വരും, ഇപ്പോൾ ഇവിടെ ഉദാഹരണം പറയുകയാണെങ്കിൽ ID, നെയിം, മാർക്ക്. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ് ടാബിൾ ഉണ്ടാക്കുക, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്റ്റുഡൻറ് ടാബിൾ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇവിടെ ID, നെയിം, മാർക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഏറ്റവും മുകളിൽ നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റുഡൻറ് മാർക്ക് ലിസ്റ്റ് എന്നുള്ള ഒരു മൊത്തത്തിൽ കൊടുക്കണ്ടേ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മളിത് മൊത്തം സെലക്ട് ചെയ്തിട്ട് മെർജ് ആൻഡ് സെൻറ്റർ എന്നുള്ളത് എന്ത് ചെയ്യും, സെലക്ട് ചെയ്യുന്നതോടുകൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു നല്ല ലുക്ക് ഫീൽ ചെയ്യുന്നതാണ്. ഓക്കെ. ഇനി നമുക്ക് സെല്ലിന് എങ്ങനെയാണ് കളർ കൊടുക്കുക എന്നുള്ളത് നോക്കാം. സെല്ലിന് കളർ കൊടുക്കണമെങ്കിൽ നമ്മൾ ഹോം ടാബ്, നമ്മളിപ്പോൾ നിലവിലൊക്കെ ചെയ്തിട്ടുള്ളതൊക്കെ ഹോം ടാബിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഹോം ടാബിലായിരുന്നു നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഫോർമാറ്റ് എന്നുള്ളത്. നമ്മളിപ്പോൾ കോളത്തിൻ്റെ അതുപോലെ തന്നെ റോൻ്റെ ഒക്കെ എന്ത് വിഡ്ത്തും അതിൻ്റെ ഹൈറ്റും, അതായത് അതിൻ്റെ സൈസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തല്ലോ, അതൊക്കെ വന്നിട്ടുള്ളത് ഈ കോളം എന്ന് പറഞ്ഞിട്ടുള്ള ടാബിലാണ്. ഓക്കെ. ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഒരു സെല്ലിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോം എന്നുള്ളതിൽ ഫോണ്ട് എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് ഈ ഒരു ഐക്കൺ കാണാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കളറുകളുണ്ട്. സ്റ്റാൻഡേർഡ് കളറ്, തീം കളറ്, അതുപോലെ തന്നെ നമുക്ക് മോർ കളറിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കളറുകൾ ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ള കളർ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ ഏത് കളറാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇവിടെ 2 കളറുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗത്തുള്ള കളറാണ് ഇപ്പോൾ നിലവിൽ ഇവിടെയുള്ള കളർ. ഓക്കെ. ഈ സെല്ല് ഇപ്പോൾ വൈറ്റ് ആണ്. ഓക്കെ. നമ്മളിപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന കളറാണ് ഈ കളറ്. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എത്രത്തോളം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ഗ്രേ ആണ് വേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കളറ് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമുക്കൊരു കുറച്ചുകൂടി ഒരു ചെറിയൊരു ഡാർക്ക്നെസ് അല്ലെങ്കിൽ ഒരു ഗ്രേ ആവണം എന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഡിഫറൻസ്, ഈ 2 കളറിൻ്റെ ഡിഫറൻസ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. അത് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഫീച്ചർ ഇവിടെ വന്നത് കേട്ടോ. ഓക്കെ. ഇനി കസ്റ്റം ആണെങ്കിൽ നമുക്ക് RGB കളർ മോഡ് ഏതാണ്, RGB ആണോ HSL ആണോ. RGB എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, റെഡ്, ഗ്രീന്, ബ്ലൂ. അപ്പോൾ റെഡിൽ അതിൻ്റെ വാല്യൂ ഇത്ര നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനനുസരിച്ചുള്ള കളർ വരും. ഇനി അല്ല നമുക്ക് മാനുവലായിട്ട് തന്നെ ഇവിടെ എങ്ങനെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ലൈറ്റ് ബ്ലൂ സെലക്ട് ചെയ്തു. ഇതാണ് സെല്ലിൻ്റെ കളർ. ഓക്കെ. ഇനി നമുക്ക് ഈ ഫോണ്ടിൻ്റെ കളർ ഒന്ന് മാറ്റണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ സെല്ലിൻ്റെ കളർ ഒന്ന് ലൈറ്റ് ആക്കുകയാണ്. ലൈറ്റ് ഗ്രീൻ കൊടുത്തു. ഇനി ഞാൻ ഫോണ്ടിൻ്റെ കളർ മാറ്റണമെങ്കിൽ നമ്മൾ ഹോമിൽ തന്നെ നേരെ ഇതിൻ്റെ അടുത്ത് കാണുന്ന A എന്ന് കണ്ടില്ലേ, അവിടെ ഉള്ളത് എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യുക. ഓക്കെ. ഓക്കെ. കാണുന്നില്ല. ഓക്കെ. ഇനി നമുക്ക് ഫോണ്ടിൻ്റെ കളറാണ് മാറ്റണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ക്ലിക്ക് ചെയ്യാം. അതായത് ഹോമിൽ സെല്ലിൻ്റെ കളറ് മാറ്റിയിട്ടുള്ള ആ ഒരു ബട്ടൻ്റെ അടുത്തായിട്ടുണ്ട്. ഇവിടെ കാണാം, നമുക്ക് A എന്ന് എഴുതിയിട്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഏത് കളറാണോ നമുക്ക് ചൂസ് ചെയ്യേണ്ടത്, നമുക്ക് ഇതുപോലെ തന്നെ മറ്റുള്ള നമ്മൾ സെല്ലിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള സെയിം ഇവിടെയും നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഏത് കളറാണോ വേണ്ടത് ആ കളർ നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാം. ഓക്കെ. ഇനി നമുക്ക് സെല്ലിന് ബോർഡർ കൊടുക്കണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. നമുക്ക് പല ബോർഡറുകളുണ്ട്. ഇനി ബോട്ടം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അടിഭാഗത്ത് മാത്രമായിരിക്കും ബോർഡർ വരിക. അതുപോലെ തന്നെ ടോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ടോപ്പ് സൈഡിലും വന്നു. അപ്പോൾ നമ്മൾ മുമ്പ് ബോട്ടം എന്ന് കൊടുത്തുകൊണ്ട് ബോട്ടം വന്നു, ഇപ്പോൾ ടോപ്പ് കൊടുത്തുകൊണ്ട് ടോപ്പിലും വന്നു. അതുപോലെ ഇനി ലെഫ്റ്റിൽ കൊടുക്കണമെങ്കിൽ നമുക്ക് ലെഫ്റ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ വന്നു. ഇനി റൈറ്റ് എന്ന് കൊടുക്കുന്നതുകൊണ്ട് റൈറ്റ് വന്നു. ഓക്കെ. ഇനി നമുക്ക് നോ ബോർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ബോർഡറൊക്കെ ഒഴിവാകും. നമ്മൾ ഫസ്റ്റ് എങ്ങനെയായിരുന്നു അതേ രീതിയിലാകും. ഇനി നമുക്ക് ആൾ ബോർഡർ ഉണ്ട്. ആൾ ബോർഡർ കൊടുത്താൽ ആൾ ബോർഡറിൻ്റെ യൂസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇത്രയും ഭാഗം നമ്മൾ സെലക്ട് ചെയ്തു. ഇപ്പോൾ ഇതിലുള്ള ഓരോ ഇവിടെ കാണുന്നുണ്ടല്ലോ, നമ്മൾ ഓരോ സെല്ലിൻ്റെയും എല്ലാ സൈഡിലുള്ള ഭാഗത്തും നമുക്ക് ഈ ലൈനുകൾ വരണമെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ആൾ ബോർഡേഴ്സ് എന്ന് കൊടുക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ കൊടുക്കുമ്പോൾ കണ്ടില്ലേ, നമ്മളൊരു ടേബിളിൻ്റെ ഒരു ഫോർമാറ്റിലേക്ക് നമുക്കിത് കിട്ടി.
നമുക്കിത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ എന്ത് ചെയ്യണം, നോ ബോർഡർ കൊടുത്തു കഴിഞ്ഞാൽ ബോർഡർ ഉണ്ടാവില്ല. ഇനി അതുപോലെ തന്നെ നമുക്ക് ഔട്ട്സൈഡ് ബോർഡർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഔട്ട്സൈഡ് ഉണ്ടല്ലോ, പുറം ഭാഗം മാത്രം, ബോർഡറുകൾ നമ്മൾ പറയല്ലോ. അപ്പോൾ ഈ ബോർഡർ ഉണ്ടല്ലോ, ഈ ബോർഡറിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ലൈനുകൾ എഫക്റ്റ് ചെയ്യുള്ളൂ. നമുക്ക് നോക്കാം. ഔട്ട്സൈഡ് ബോർഡർ ഓക്കെ, കണ്ടില്ലേ, ഉൾഭാഗത്തേക്കൊന്നും വരില്ല, ഔട്ട്സൈഡിൽ മാത്രം. ഇനി തിക്ക് ഔട്ട്സൈഡ് ബോർഡർ, ഇതിൻ്റെ തന്നെ സെയിം ആണ് ഇത് വരിക, പക്ഷേ ഇത് ഇവിടെ നോക്കാം നമുക്ക് തിക്കായിരിക്കും, അതായത് കുറച്ചുകൂടി കട്ടിയുള്ള കുറച്ചുകൂടി കട്ടിയുള്ള ലൈൻസ് ആയിരിക്കും ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ബോർഡറിൽ എന്ത് ചെയ്യാം, കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുണ്ടോ. ലൈൻ കളർ എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, കളർ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, ലൈന് ഞാൻ ഒരു കളർ കൊടുത്തു, കണ്ടില്ലേ, അത് മാനുവലായിട്ട് നമ്മൾ കൊടുത്തതാണ്. ഞാനിത് മുഴുവൻ സെലക്ട് ചെയ്തു. അപ്പോൾ ഇതിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, ഇതിൽ ബ്ലാക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഗ്രീൻ ആയിട്ടുള്ള 2 ബോർഡറുകളാണുള്ളത്. എനിക്കത് മൊത്തത്തിൽ ഒരു റെഡ് ആക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഇതിപ്പോൾ ഓൾറെഡി ചെയ്തു വെച്ചതാണ്. അപ്പം നമ്മൾ ഇത് ആദ്യം ഇത് ഫുൾ ബ്ലാക്ക് ആയിരുന്നു, നമ്മൾ ഗ്രീൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ പോയിട്ട് നമ്മൾ ലൈൻ കളർ ചെയ്തില്ലേ. ഇനി നമുക്കിത് മൊത്തത്തിൽ റെഡാക്കാം, പെട്ടെന്ന് തന്നെ റെഡാക്കാം. നമുക്കിങ്ങനെ പോയിട്ട് അവിടെ റെഡാക്കിയിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ലൈനുകൾ എന്ത് ചെയ്യേണ്ട, ഡ്രോ ചെയ്യേണ്ട ആവശ്യം. അതിനെന്താണ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മളിവിടെ പോയിട്ട് നമ്മുടെ ലൈൻ കളർ റെഡാക്കി. ഓക്കെ, അതിനുശേഷം അഗെയിൻ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് നമ്മൾ ആൾറെഡി ഈ ഭാഗം നമ്മൾ ആദ്യം സെലക്ട് ചെയ്തിരുന്നു, അതുകൊണ്ട് തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ റെഡാക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഓരോ ലൈനും നമുക്ക് ഡ്രോ ചെയ്യാതെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാര്യം മനസ്സിലായില്ലേ. ഫസ്റ്റ് ഇവിടെ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് വെക്കുക, നെക്സ്റ്റ് പോയിട്ട് ലൈൻ കളർ നമ്മളെന്ത് ചെയ്യുക, ലൈൻ കളർ ഒന്ന് ചേഞ്ച് ചെയ്യുക. ശേഷം ഇവിടെ ഡ്രോ ചെയ്യേണ്ട പകരം ഇവിടെ വന്നിട്ട് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കളർ ചേഞ്ച് ആവും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ ലൈനൊക്കെ മാറ്റാൻ തന്നെ പറ്റുന്നുണ്ട്. പല രീതിയിലുള്ള ലൈനുകൾ കാണാം. ഈ മോഡൽ ലൈനുകളിലേക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ആക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഫോണ്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. നമുക്ക് ഈ ഫോണ്ട് എന്ത് ചെയ്യണം, ഇതിൻ്റെ സൈസ് നമുക്ക് ഈ ഫോണ്ടിൻ്റെ സൈസ് മാറ്റണമെങ്കിൽ നമുക്ക് ഇവിടെ ഹോമിൽ നമ്മൾ ഫോണ്ട് എന്നുള്ളതിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, 11, 12 ഇങ്ങനെ നമുക്ക് ഇവിടെ തന്നെ മാറ്റുമ്പോൾ തന്നെ ഇതിൻ്റെ സൈസ് മാറുന്നത് കാണാം. ഓക്കെ, നമുക്ക് ഏത് രീതിയിലേക്കാണോ ആക്കേണ്ടത് ആ ഒരു സൈസ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഇനി നമുക്കിങ്ങനെ മാനുവലായിട്ട് ഇങ്ങനെ 16, 18, 20 ഈ രീതിയിൽ ചെയ്യാതെ തന്നെ ഇപ്പോൾ നമ്മളിവിടെ നിലവിൽ 14 വെച്ചിട്ടുള്ളത്, അതിന് നേരെ മുകളിലേക്ക് വരുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക് കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ചേഞ്ച് ചെയ്യണം കണ്ടില്ലേ. ഇത് തന്നെ ചെയ്താൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താലും മതി. ഇനി നമുക്ക് കുറച്ച് കൊണ്ടുവരണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താലും മതി. ഓക്കെ, ഈ ഭാഗമാണ് നമ്മുടെ ഫോണ്ട്. അപ്പോൾ ഏത് ടൈപ്പ് ഫോണ്ടാണോ നമുക്ക് വേണ്ടത്, അപ്പോൾ കാലിബ്രി ലൈറ്റ്, അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇനി നമ്മൾ വേറെ ഫോണ്ടിലേക്ക് ഏരിയൽ ബ്ലാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലേക്ക് വരും. അപ്പോൾ അൾജീരിയൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു രീതിയിലേക്ക് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് ഫോണ്ടാണോ സെലക്ട് ചെയ്യണത്, നമുക്ക് ഏത് ഫോണ്ടാണോ വേണ്ടത് എന്നുള്ളത് നമ്മൾ ഇവിടെയാണ് സെലക്ട് ചെയ്യുക. ഇനി ഫോണ്ട് ബോൾഡാണോ അതോ ബോൾഡ് വേണ്ട എന്നുള്ളത് നമുക്ക് നേരിട്ട് ഇവിടെ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇറ്റാലിക്സ്, അതായത് ചെരിച്ചു വരണം. അതുപോലെ തന്നെ അണ്ടർലൈന് വേണമെങ്കിൽ അണ്ടർലൈൻ ഏത് മോഡലാണോ, ഡബിളോ ആണോ അതോ സിംഗിൾ മതിയോ എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഏരിയ നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്കാളേറെ ഫങ്ഷൻസ് ഫോണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നമുക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാത്തിനും ഉണ്ട് ഇവിടെ ആരോകൾ. അപ്പോൾ നമുക്ക് ഇവിടെ ഏറ്റവും പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇവിടെ കൊടുക്കുക. അധികമായിട്ടുള്ളത് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെയുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വരും. ഓക്കെ, ഇവിടുത്തെ കേസിൽ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കണ്ടില്ലേ, ഇവിടെ നമ്പേഴ്സ്, അലൈൻമെൻറ്റ്, ഫോണ്ട്, ബോർഡർ, ഫില്ല്, പ്രൊട്ടക്ഷൻ വരെ ഇവിടെ എന്ത് ചെയ്യാം നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതുണ്ട്. ഓക്കെ.